ഹലോ, അപ്പം നമ്മളൊന്ന് ബ്രെഡ് വെച്ചൊരു പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണേ. ആദ്യം തന്നെ നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ പാൽ വെച്ചിട്ട് നമ്മുടെ ബ്രെഡൊന്ന് അലിയിച്ചെടുക്കണം. ഈ ബ്രെഡൊക്കെ അലിയിച്ചതിന് ശേഷം നമ്മളൊരു കോഴിമുട്ട പൊട്ടിച്ച് അതിലോട്ട് ഒഴിച്ചെടുക്കുക. ഈ കോഴിമുട്ടയും നമ്മൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് നമുക്കൊരു ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. എന്നിട്ട് നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നേരം കൊണ്ട് നമ്മൾ ഒരു ചീനിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക മീൻസ് നൂൽപ്പരുവൊന്നും ആവുമൊന്നും വേണ്ട. അതിൻ്റെ കുറച്ച് ബാക്കോട്ടായാൽ മതി. അതുവരെ കൈവിടാതെ ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് സെറ്റ് ചെയ്യുക. കുറച്ച് നേരം സെറ്റ് ആവാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മുട്ടി കൊടുക്കുക. എയർ ബബിൾസൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് റിങ് ഇറക്കി വെച്ചിട്ട് അതിൽ നമ്മുടെ ബാറ്ററി ഇങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്യട്ടെ, നന്നായിട്ട് മൂടിയേക്കുക. പിന്നെ ലോ ഫ്ലെയിം ആക്കാനും മറക്കണ്ട. പിന്നെ ഞാനിത് പുറത്തെടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റിനെ, നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.